ദ ജേർണലിസ്റ്റിലേക്ക്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടാനുള്ള വേട്ടക്കാരുടെ അടുത്ത നീക്കവും അടപടലം പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രോമത്തിൽ പോലും തൊടാൻ രാഹുലിനെ വേട്ടയാടാൻ നടക്കുന്ന സംഘത്തിന് കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന വിധത്തിൽ നിർണായകമായ പല നീക്കങ്ങളും ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമ്മൾ കണ്ടതാണ്. 4 മാസങ്ങൾക്ക് മുൻപ് ഊരും പേരുമില്ലാത്ത ആരാണെന്നറിയാത്തൊരു ഓഡിയോ ക്ലിപ്പാണ് ചില ചാനലുകൾ പുറത്തുവിട്ടതെങ്കിൽ പിന്നീട് 3 മാസങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രിക്ക് ഒരു യുവതി നേരിട്ട് പരാതി കൊടുത്തതിലൂടെ അതിന് കുറെ കൂടി ഗൗരവം വന്നു. പക്ഷേ ആ പരാതി കൊടുക്കാൻ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിന് എവിടെയും മറുപടി ഉണ്ടായിരുന്നില്ല. പരാതി കൊടുത്തു, കേസെടുത്തു, രാഹുൽ ഒളിവിൽ പോയി. ആ സമയം ഏതായിരുന്നു? തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് 2 ആഴ്ച മുമ്പ് മുതൽ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ടാർഗറ്റ് ചെയ്തു തുടങ്ങിയിരുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള സകലമാന വിഷയങ്ങളിൽ നിന്നും ജനങ്ങൾ ശ്രദ്ധ തിരിച്ച് പെണ്ണ് കേസ്, ഗർഭക്കേസ് തുടങ്ങിയ കമ്പിക്കഥകളുടെ പിറകെ പോകുമെന്ന് ഈ വാർത്തകൾ കൊടുത്ത മാധ്യമ മുതലാളിമാർ അണ്ടർ റേറ്റ് ചെയ്തു. അതായത് കേരളത്തിലെ ജനങ്ങളെ വില കുറച്ച് കണ്ടുകൊണ്ട് പീഡനക്കേസും കമ്പിക്കഥകളും പറഞ്ഞാൽ ജനങ്ങൾ അതിൻ്റെ പിറകെ ഓടുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ നടത്തിയ ഓപ്പറേഷൻ ആടപടലം പൊളിഞ്ഞടുങ്ങി. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ രാഹുലിനെ വേട്ടയാടിയവർ ഞെട്ടിത്തരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അത്ഭുതപ്പെടുന്ന വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നത്. UDF എന്തെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടായിരുന്നുവെങ്കിൽ സകല പഴിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ വീഴുമായിരുന്നു. തങ്ങളുടെ അജണ്ടകൾ വിജയിച്ചു എന്ന മട്ടിൽ ചില മാധ്യമ നേതാക്കൾ തുള്ളിച്ചാടുമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പാനന്തരം മാധ്യമങ്ങൾക്ക് കുറേയൊക്കെ നിയന്ത്രണം വന്നു. മാധ്യമ വാർത്തകൾ തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്ന ജനങ്ങൾക്കും സത്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. അതായത് ഭരണകൂടം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ആ പ്രതിസന്ധിയുമായി ബന്ധപ്പെടാതെ മറ്റേതെങ്കിലും ഒരു വിഷയത്തിലേക്ക് മൊത്തം ജനശ്രദ്ധയും തിരിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്ന് ഊരിപ്പോവുക എന്നുള്ളത് പല ഭരണകൂടങ്ങളുടെയും ഒരു രീതിയാണ്. നമ്മുടെ രാജ്യത്ത് പലതരത്തിൽ പല ഭരണകൂടങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പെട്ടെന്ന് ആളിക്കത്തുന്നു, പിന്നെ താഴുന്നു, പിന്നെയും പൊങ്ങുന്നു, പിന്നെയും താഴുന്നു, അങ്ങനെ അതങ്ങനെ വന്നും പോയും ഇരിക്കുന്നത് ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ അജണ്ടകളുടെ ഭാഗമായിട്ടാണ് എന്ന് ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ആ വിഷയത്തിൽ നിതാന്തമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുന്നു, കേസെടുക്കുന്ന പരാതിയുടെ മെറിറ്റിലേക്കല്ല ഞാൻ പോകുന്നത്. അത് കോടതിയാണ്, ബഹുമാനപ്പെട്ട കോടതിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ മാധ്യമങ്ങളുടെ അജണ്ട, ആ വിഷയം ആളിക്കത്തിച്ചവരുടെ അജണ്ട അതിലേക്കാണ് വരുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസ് കത്തിക്കയറുന്നു, CPM നേതാക്കളായ പത്മകുമാർ അടക്കമുള്ള ആളുകൾ അഴിക്കുള്ളിൽ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് നേരെ ആരോപണങ്ങൾ വർദ്ധിച്ചു വരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അടക്കം സംശയത്തിന് നിഴലിലേക്ക് എന്ന ചർച്ചകൾ സജീവമാകുന്നു. ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കാർ എന്ന നിലയിൽ CPM-നെതിരെയും LDF-നെതിരെയും പിണറായി വിജയനെതിരെയും സംഘടിതമായ ആക്രമണങ്ങൾ നടക്കുന്നു. പൊടുന്നനെ വിഷയം ട്വിസ്റ്റ് ചെയ്യുന്നു. CPM-ന്റെ അടിമകളായിട്ടുള്ള സൈബർ സഖാക്കളേക്കാൾ മുന്തിയ ചാനൽ സഖാക്കളായിട്ടുള്ള ചിലർ നയിക്കുന്ന ഒരു ചാനലിൽ ഒരു ഓഡിയോ വരുന്നു. തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു യുവതി സകല കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് പോലീസിനൊന്നും കൊടുക്കാതെ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി കൊടുക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. നാലോചോക്ക് നമ്മൾ സാധാരണക്കാർക്ക് എത്ര പേർക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ സാധിക്കും? പീഡനത്തിനിരയായ എത്ര യുവതികൾക്ക് തങ്ങളുടെ വിഷമം പറയാൻ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുക്കാൻ കഴിയും? അങ്ങനെ ഒരു വലിയ ചോദ്യമുണ്ട്. പക്ഷെ അവിടെ ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു, നേരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, വലിയ പുകിലുണ്ടാകുന്നു, രാഹുൽ ഒളിവിൽ പോകുന്നു. അന്ന് മുതൽ രാഹുലിന് പുറകെ നിരന്തരമായി മാധ്യമങ്ങൾ നടക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 2 ആഴ്ച മുമ്പ് മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന അന്ന് വരെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു വിഷയം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പിന്നെ മാങ്കൂട്ടത്തിലെ വിഷയത്തെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. പിന്നെ അതാ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പൊങ്ങി വന്നത്. ആ ദിവസം ഏതായിരുന്നു? നമ്മുടെ ചെട്ടിക്കള്ളൻ മന്ത്രി ആൻ്റണി രാജുവിനെതിരെ കോടതി നടപടി ഉണ്ടാവുകയും അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഉറപ്പുവരുന്ന ആ ദിവസമാണ്. അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നോടിയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തി വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ പരാതി വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുംബം കലക്കിയാണ്, ഒരു പാവപ്പെട്ട പുരുഷനെ നശിപ്പിച്ചവനാണ് എന്ന മട്ടിലൊക്കെ മാധ്യമങ്ങൾ ബ്രേക്കിംഗ് കൊടുക്കുന്നു, ചർച്ചയ്ക്ക് തയ്യാറാകുന്നു, വലിയ പുകിൽ. പക്ഷേ ജനങ്ങൾ പോയി പണി നോക്കടാ എന്ന് പറഞ്ഞതോടെ മാധ്യമങ്ങൾക്ക് മനസ്സിലായി ഈ വേല ഇവിടെ ചിലവാകില്ല എന്ന്. മാധ്യമങ്ങളുടെ തന്ത്രം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടുന്നവരുടെ തന്ത്രം കൃത്യമായി ജനങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറിപ്പ് നോക്കുക. ജെട്ടി രാജു കേസ് ചർച്ച വഴിമാറ്റിവിടാൻ
അതിജീവിതയുടെ ഭർത്താവ് മാനനഷ്ട കേസിൻ്റെ പരാതി കൊടുക്കാൻ നാണവും മാനവും ആകെ തകർന്നിരിക്കുന്ന പിണറായി വിജയൻ്റെ അടുക്കലേക്ക് പോയത്രേ. 1 മാസം കൊണ്ട് ബന്ധമൊഴിഞ്ഞു എന്ന് പറഞ്ഞ യുവതിക്ക് ഇപ്പോഴും ഭർത്താവ് ഉണ്ടത്രേ. അപ്പോൾ ആ ഗർഭം വ്യാജമായിരുന്നു എന്ന് ഏറെക്കുറെ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ വെളിവായി. ഇനി കോടതിയിൽ ഒരു കേസും നിൽക്കാത്ത കോലത്തിലേക്ക് അതിജീവിതയെ കൊണ്ടെത്തിച്ച CJP മാപ്ര മുന്നണികളെ ലേശം കഞ്ഞിയെടുക്കട്ടെ. പോലീസിൽ പരാതി കൊടുക്കാതെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ലോജിക്ക് എന്താണെന്ന് തിരിഞ്ഞോ കൂട്ടരെ? പോലീസിൽ കൊടുത്താൽ രേഖാമൂലം പരാതി എഴുതി നൽകണം. ഇവിടെ ഒരു വരി വാർത്തയ്ക്കപ്പുറം ഈ പരാതിയും ആവിയാകും. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പരാതിക്കാരൻ പോലും ചിലപ്പോൾ ഉണ്ടാകില്ല. പാലമ്പണി മുന്നണിയുടെയും രാഘവനേക്കാൾ മുൻപ് പിറന്ന നികേഷിൻ്റെയും P ശശിയുടെയും ക്രിമിനൽ ബുദ്ധിയിൽ മാപ്രകളെ കൂട്ടുപിടിച്ച് ഇന്നത്തെ ചർച്ച വഴിമാറ്റണം. കോൺഗ്രസിലെ തലമൂത്ത നേതാക്കൾക്കില്ലാത്ത ഏറ്റവും വലിയ ഗുണം രാഹുലിനുള്ളത് പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കാതെ പത്രക്കാരെ എങ്ങനെ നേരിടാമെന്നതാണ്. ഒരു നേതാക്കളെയും ഹർട്ട് ചെയ്യാതെ പാലക്കാട് ആര് മത്സരിക്കുമെന്ന ചോദ്യത്തിനും ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് ചോദ്യത്തിനും സകല ചോദ്യങ്ങൾക്കും ഇത്രയേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ താണ്ടി നിൽക്കുമ്പോഴും കോൺഫിഡൻസോടെ പ്രതികരിക്കാൻ ഇയാൾക്ക് മാത്രമേ കഴിയൂ. അതുതന്നെയാണ് മാധ്യമങ്ങൾക്കടക്കം ഇയാളോടുള്ള കലിപ്പ്. വർഷങ്ങളുടെ പാരമ്പര്യം പറയുന്ന നേതാക്കളെ കുറച്ചു കാലം പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കാതെ പ്രതികരണം നടത്തി നോക്കൂ. ഇയാളെക്കാൾ 10 മടങ്ങ് ഇഷ്ടത്തോടെ ആളുകൾ നിങ്ങളെയും അംഗീകരിക്കുമെന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പോസ്റ്റ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. നോക്കുക, ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്നേ. ഇപ്പോൾ ഈ യുവതിയുടെ ഭർത്താവ് കൊടുത്തിരിക്കുന്ന പരാതി നേരെ മുഖ്യമന്ത്രിക്കും DGPക്കുമാണ്. എന്തുകൊണ്ട് അദ്ദേഹം കോടതിയിൽ പോയൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തില്ല? അദ്ദേഹം അതിൽ പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ കുടുംബം തകർത്തു, തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നാണ്. സ്വാഭാവികമായും മാനനഷ്ടത്തിന് കോടതിയിൽ പോകാം, അത് പോയിട്ടില്ല. എന്തുകൊണ്ടൊരു ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല? ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുന്നവർ മാത്രം എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുക്കുന്നു നേരിട്ട്? എന്താണ് അതിൻ്റെ സാങ്കത്യം എന്ന് മനസ്സിലാകുന്നതേയില്ല. ഏതെങ്കിലും ഒരു ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അത് തള്ളിക്കഴിഞ്ഞ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്ത് മേൽത്തട്ടിലേക്ക് കൊടുത്ത് അങ്ങനെ അവഗണിക്കപ്പെടുന്ന ആളുകളാണ് ഏറ്റവും ഒടുവിൽ ഒരു അത്താണി എന്ന നിലയിൽ മുഖ്യമന്ത്രിമാരെയൊക്കെ സമീപിക്കുക. പക്ഷെ ഇവിടെ നേരെ അങ്ങോട്ടാണ് കൊടുക്കുന്നത്, അവിടെ നിന്ന് നേരെ അടുത്തടത്തേക്കാണ് പോകുന്നത്. ഇതൊരു ശരിയായ ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത പോലും ഇല്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത് ഒരു പുതിയ പരാതിയല്ല, ആദ്യം ആ യുവതി കൊടുത്ത പരാതിയുടെ തുടർച്ച മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് ആ കേസിൻ്റെ കൂടെ ഈ പരാതിയും കൂടെ ചേർത്ത് വെച്ച് അന്വേഷിക്കാമെന്നതല്ലാതെ പുതുതായിട്ടൊരു FIR BNS 84 പ്രകാരം രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. ഇപ്പോൾ BNS 84 പറയുന്നത് എന്താണ്? അതായത് ഒരു യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ യുവതിയെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സമീപിക്കുന്നു, അതിനുശേഷം തട്ടിക്കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ദുരുപയോഗം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഈ 84 എന്ന് പറയുന്ന വകുപ്പ് വരുന്നത്. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അത് ഉഭയസമ്മത പ്രകാരമുള്ള ഒരു നടപടിയായിരുന്നു എന്നാണ്. എന്ന് മാത്രമല്ല, ഇയാളുടെ പരാതിയിലും പറയുന്നത് എന്താണ്? അയാൾ ഭാര്യ ഭർത്താവ് ബന്ധം വേർപെടുത്തിയിട്ടില്ല എന്ന പരാതിയിൽ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, താൻ നാട്ടിലില്ലാതിരുന്ന സമയത്താണ് അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നത് എന്നും പറയുന്നുണ്ട്. ഈ ഭർത്താവിൻ്റെ പരാതിയിൽ എവിടെയും ഈ വശീകരിച്ചു കൊണ്ടുപോയി എന്നതല്ലാതെ നിർബന്ധിതമായി ആ യുവതിയെ കടത്തിക്കൊണ്ടുപോയി എന്നോ എവിടെയെങ്കിലും ഒളിവിൽ പാർപ്പിച്ചെന്നോ അല്ലെങ്കിൽ പീഡിപ്പിച്ചെന്നോ ഒന്നും പറയുന്നില്ല. അപ്പോൾ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിറ്ററലിയുള്ള അർത്ഥം എന്താണ്? അയാൾ വിളിക്കുന്നു, അവർ പോകുന്നു എന്ന നിലയിലേക്ക് അതിൻ്റെ ലിറ്ററലിയുള്ള അർത്ഥം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഭർത്താവ് കൊടുത്തിരിക്കുന്ന ഈ പരാതി എന്ന് പറയുന്നത് കൃത്യം ഈ സമയത്ത്, അതായത് ആന്റണി രാജുവിൻ്റെ കേസ് ചർച്ചയാകുന്ന അതേ സമയത്ത് തന്നെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഇത്രയും താമസമുണ്ടായി? പരാതിക്കാരി അന്നേ, ഇയാളുടെ ഭാര്യ അന്നേ പരാതി കൊടുത്തപ്പോൾ അന്ന് തന്നെ ഇയാൾക്ക് കൊടുക്കാമായിരുന്നില്ല. എന്തുകൊണ്ട് ഇത്രയും വൈകിപ്പിച്ച് ഈ ദിവസം തന്നെ പരാതി കൊടുത്തു? അത് എന്തുകൊണ്ട് അന്ന് തന്നെ വാർത്തയായി, അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് അതിൻ്റെ കോപ്പി അയച്ച് കിട്ടി തുടങ്ങിയ കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് രാഹുലിനെ ഒരു വേട്ടമൃഗമാക്കി നിലനിർത്തുക. സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഇങ്ങനെ കൊണ്ടുപോയാൽ ചാനലുകൾ അത് ഏറ്റെടുത്ത് ജനങ്ങൾ അതിൻ്റെ പുറകെ പോകുമെന്ന് തെറ്റിദ്ധരിക്കുക. പക്ഷെ അങ്ങനെ ജനങ്ങൾ ഈ വിഷയത്തിൻ്റെ പുറകെ പോയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതിയുടെ ഭർത്താവ് പരാതി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ വലിയൊരു വിഭാഗം ആ ഭർത്താവിനെയാണ് കുറ്റം പറയുന്നത്. നിൻ്റെ പ്രശ്നത്തിന് രാഹുൽ എന്ത് പിഴച്ചു എന്ന മറ്റുള്ള ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. കേസുകളുടെ ഒന്നും മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല, ബഹുമാനപ്പെട്ട കോടതിയാണ് അതിലൊക്കെ അഭിപ്രായം പറയേണ്ടത്, തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഈ കേസിൽ അല്ലെങ്കിൽ ഈ പരാതിയിൽ, കേസിലല്ല ഈ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ കേസിൽ FIR ഇട്ട് അറസ്റ്റ് ചെയ്താൽ പോലും 2 വർഷത്തെ പരമാവധി ശിക്ഷയാണ് ഈ ഒഫൻസിനുള്ളൂ, ഈ BNS 84 എന്ന് പറയുന്ന വകുപ്പിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് രാഹുലിന് വലിയ ദോഷകരമായി ബാധിക്കുന്ന കാര്യമായിട്ടൊന്നും മാറുന്നില്ല. പിന്നെ മാധ്യമങ്ങൾ പറയുന്നത് രാഹുൽ വൃത്തികെട്ടവനാണ്, രാഹുൽ ഒരു കുടുംബം തകർത്തു, അയാളൊരു പീഡനവീരനാണ്, വിവാഹിതരായ പെൺകുട്ടികളെ പോലും കെണിയിൽ വീഴ്ത്തുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് പല കഥകളും നടത്തി വലിയ ചർച്ചയാക്കാൻ നോക്കി.
പക്ഷേ ജനങ്ങൾ ഏറ്റെടുക്കാതായപ്പോൾ മാധ്യമങ്ങളും അത് വിട്ടു. അപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടമൃഗമാക്കി നിർത്തി സർക്കാർ പ്രതിസന്ധിയിലാവുമ്പോഴൊക്കെ ആ വിഷയം ഉന്നയിച്ച് സർവ്വതിൽ നിന്നും ശ്രദ്ധ മാറ്റാനുള്ള നീക്കമാണ് നടന്നിരിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു. ഈ പരാതി കൊണ്ട് രാഹുലിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആദ്യത്തെ പരാതികളിൽ, ഈ യുവതികൾ കൊടുത്ത പരാതികളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് ഒരു സുരക്ഷിതമായ അവസ്ഥയിലാണുള്ളത്. ആദ്യത്തെ കേസിൽ ഹൈക്കോടതി നോട്ട് അറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. രണ്ടാമത്തെ പരാതിയിൽ കീഴ്ക്കോടതി തന്നെ, സെഷൻസ് കോടതി തന്നെ ജാമ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഇനി പോലീസ് കുറ്റപത്രം സമർപ്പിച്ച് അതിന്മേൽ വാദമൊക്കെ നടന്നത് അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. പോലീസ് കുറ്റപത്രം പോലും എന്നാണ് സമർപ്പിക്കുക എന്നറിയില്ല. കാരണം പോലീസിൻ്റെ കയ്യിൽ ആവശ്യത്തിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, രാഹുലിൻ്റെ എതിർവാദങ്ങളെ പൊളിക്കുന്ന വിധത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് ഡയറി പോലീസിന് ഹാജരാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും സംശയങ്ങളുണ്ട്. എന്തായാലും രാഹുലിനെ വീണ്ടും വേട്ടയാടാൻ കൊണ്ടുവന്ന ആ ഒരു പരാതിയും അടപടലം ചീറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത.